ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തൻ്റെ പഠിപ്പിക്കലുകൾക്കായി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് ഒരു മലയിൽ കയറി രാത്രി മുഴുവൻ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു. ഈ സുപ്രധാന തീരുമാനമെടുക്കുന്നതിന് മുമ്പ് യേശു ദൈവികമായ ഒരു മാർഗനിർദ്ദേശം തേടിയെന്നാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അവനൊരു മാതൃകയായിരുന്നു. യേശു തിരഞ്ഞെടുത്തത് സാധാരണക്കാരായ മനുഷ്യരെയാണ്, മതനേതാക്കന്മാരെയോ പണ്ഡിതന്മാരെയോ അല്ല. അവർ മത്സ്യത്തൊഴിലാളികളും നികുതി പിരിവുകാരും തീക്ഷ്ണതയുള്ളവരുമായ സാധാരണക്കാരായിരുന്നു, വെറും സാധാരണക്കാർ. സഭയുടെ ഭാവിയും സുവിശേഷത്തിൻ്റെ ദീർഘകാല വിജയവും നിലനിൽപ്പും പൂർണ്ണമായും ആ ചുരുക്കം ചില ശിഷ്യന്മാരുടെ വിശ്വസ്തതയെ ആശ്രയിച്ചായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. അവർ പരാജയപ്പെട്ടാൽ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല. കൊരിന്ത്യർ 1:26-27 ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു.